ചിലപ്പോഴൊക്കെ നമുക്കും ഈ അപകടം പറ്റും. കർത്താവ് തമ്പുരാൻ വലിയ വലിയ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ആത്മാവിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിശുദ്ധിയുടെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തിരിച്ച് നമ്മുടെ ഭാഗത്തുള്ള റെസ്പോൺസ് അന്നു വേണ്ടുന്ന അപ്പത്തെക്കുറിച്ച്. നിങ്ങൾ കണ്ടതല്ലേ പട്ടിണി പിടിച്ചു പോയൊരു സമയത്ത് 5 അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി വർദ്ധിപ്പിച്ച് നൽകിയത് നിങ്ങൾ കണ്ടതല്ലേ? 7 അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടതല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളെ പരിപാലിക്കാൻ, നിങ്ങൾക്കൊരു കുറവ് വരാതെ നോക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെയും എന്താ നിങ്ങൾ ഈ ഇത്തിരി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ടു പോകുന്നത് എന്നാണ് ഈശോയുടെ ആശങ്ക. നമ്മളും അത് കേൾക്കണം, മനസ്സിലാക്കണം. ശരിക്കും ഇത്തിരി പോകുന്ന കാര്യങ്ങളിൽ, ഈ ഭൂമിയിലെ വളരെ മെറ്റീരിയലായ കാര്യങ്ങളിൽ മാത്രം എപ്പോഴും ചിന്തയൊടക്കി കിടക്കരുത്. കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് വല്ലപ്പോഴും ഒക്കെയൊക്കെ ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. കർത്താവിൻ്റെ വചനത്തോട് നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരിക്കലും നിന്റെ വചനത്തോട് കലഹിക്കുന്നവരായി ഞങ്ങൾ മാറാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.